അപ്പോൾ ജാങ്കോ ആക്ച്വലി വെബ് ആപ്ലിക്കേഷന് വേണ്ടി മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടും ജാങ്കോ യൂസ് ചെയ്യാം. ഇതിന് എത്ര ടെക്നിക്കൽ ടേംസ് നിങ്ങൾക്ക് ഒപ്പിയെടുക്കാൻ പറ്റും? മാജിക്കിന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള സാധനം പറഞ്ഞ പ്രോഗ്രാമിംഗ് ആണ്. There are a lot of things that you can do with programming that you wouldn't be able to do without it. But yeah, it is possible. ഇന്നത്തെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും അവർക്കൊരു പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് ഇവിടുന്ന് പോകാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കുറേ മീറ്റപ്പ് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നല്ല രീതിയിൽ മെൻറ്റേഴ്സൊക്കെ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ട്. അതെല്ലാം വളരെ നല്ല രീതിയിലാണ് എൻട്രി ആപ്പ് കണ്ടക്ട് ചെയ്തത്. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ മെൻറ്റേഴ്സ് തരുന്ന ഒരു സപ്പോർട്ടും അവർ നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് കാണിക്കുന്ന ആ ഒരു ക്ഷമയും ഒക്കെ നമുക്ക് വളരെയധികം ഒരു ഇൻസ്പിറേഷനായിട്ട് വരാറുണ്ട്. എനിക്ക് ഇതിലേക്ക് വരാൻ താല്പര്യം എന്ന് വെച്ചാൽ കരിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. നല്ലൊരു ഓപ്ഷനാണ് എല്ലാവരും പറഞ്ഞിരുന്നു. എനിക്ക് കൂടുതൽ കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റി. പുതിയ പുതിയ കാര്യങ്ങളെല്ലാം എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ വന്നു കഴിഞ്ഞാണ് എനിക്ക് പൈത്തണിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിച്ചത്. ഇവിടെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ എങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഒരു സ്പേസിൽ ഇതുപോലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യണമെന്നൊരു ഇൻസ്പിറേഷൻ നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ വെബ് ഡെവലപ്പറായിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 7 വർഷത്തെ കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വെബ് ഡെവലപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ ടെക്നോളജീസൊക്കെ എനിക്ക് കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻട്രി എലവേറ്ററിൽ ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഞാൻ നോഡ് ഡെവലപ്പറായിട്ട് പ്ലേസ്ഡായി. താങ്ക്സ് ടു എൻട്രി ആപ്പ്.